PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ LP-UP ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ LP-UP ഇൻ്റർവ്യൂവിന് വേണ്ടി കൃത്യമായിട്ട് നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ഡെയിലി വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ LP-UP ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുന്നൊരു ഉദ്യോഗാർത്ഥി, LP-UP ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്നൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോസ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ഒന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് ഫോളോ ചെയ്ത് പോരുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. LP-UP ഇൻ്റർവ്യൂവിന് വേണ്ടി നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ LP-UP ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ക്വസ്റ്റ്യൻ ബാങ്കിൽ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിരിക്കും. നമ്മുടെ ഗവൺമെൻറ് വിദ്യാഭ്യാസ പദ്ധതികൾ, പ്രധാനപ്പെട്ട് പഠിക്കേണ്ട SCERT, NCERT, അതുപോലുള്ള പ്രധാനപ്പെട്ട ഏജൻസികളെക്കുറിച്ചുള്ളത്, വിദ്യാഭ്യാസപരമായിട്ട് ഗവൺമെൻറ് കൊടുക്കുന്ന പോളിസീസ്, അതുപോലെ തന്നെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട പോർഷൻസ്, അതുകൂടാതെ കറണ്ട് അഫേഴ്സ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നൽകുന്നതായിരിക്കും. സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. വാട്സപ്പ് മെസ്സേജാണ് ചെയ്യേണ്ടത്. അതുകൂടാതെ തന്നെ ഡെയിലി കറണ്ട് അഫേഴ്സ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഡെയിലി ഒരു അടുപ്പിച്ച ഇൻ്റർവ്യൂ കഴിയുന്നതുവരെ കുറച്ച് ദിവസം നിങ്ങൾ പത്രം നന്നായി വായിക്കണം. കാരണം പത്രത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇൻ്റർവ്യൂവിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങളൊരു അധ്യാപകരാകാൻ പോകുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ നമ്മുടെ ചുറ്റുപാടും എന്ത് നടക്കുന്നു എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതൊരു അധ്യാപകൻ്റെ ക്വാളിറ്റിയാണ്, എന്താണ് നമുക്ക് ചുറ്റും നടക്കുന്നത് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പത്രം വായിക്കുന്ന ശീലമില്ലെങ്കിൽ പോലും സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി അതിനുള്ള സമയമോ പക്വതയോ ഒന്നും ഇല്ലെങ്കിൽ പോലും കൃത്യമായിട്ട് ന്യൂസ് പേപ്പർ കട്ടിങ്ങുകൾ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലും മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ കട്ടിങ് ഡെയിലി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മറക്കണ്ട, അതിൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ LP-UP ഇൻ്റർവ്യൂവിന് 3 സെക്ഷൻസ് ആയിട്ടാണ് ക്ലാസ്സുകൾ വരുന്നത്. ഒന്ന്, LP-UP ഇൻ്റർവ്യൂവിന് സിലബസിനല്ലാതെ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ, അതായത് സിലബസിന് പുറത്ത്, അതായത് ഒരു അധ്യാപകരായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ക്വാളിറ്റീസാണ് വേണ്ടത്, നിങ്ങളുടെ മനോഭാവം എന്താണ്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് ഒരു അധ്യാപകൻ എന്ന നിലയിൽ സമൂഹത്തെ നോക്കിക്കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ നോക്കിക്കാണാൻ പോകുന്നത് എന്ന ആസ്പെക്റ്റിൽ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളുണ്ടായിരിക്കും. അതുകൂടാതെ തന്നെ നിങ്ങളുടെ ഒരു അതായത് നിങ്ങളുടെ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. അതൊരു സെക്ഷനായിട്ട് പഠിക്കണം. വേറൊരു സെക്ഷൻ വരുന്നത് കറണ്ട് അഫേഴ്സ് ആണ്. അപ്പോൾ 3 കാര്യങ്ങളാണ് സെക്ഷൻ തിരിച്ച് പഠിക്കേണ്ടത്. അപ്പോൾ 3 രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ കറണ്ട് അഫേഴ്സിൻ്റെ 1-2 ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ പഠിക്കേണ്ട സൈക്കോളജി പരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. മൂല്യനിർണ്ണയങ്ങളായിക്കോട്ടെ, വിദ്യാഭ്യാസ പ്രൊജക്റ്റുകളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. 2020 വന്ന പുതിയ വിദ്യാഭ്യാസ പരിപാടികളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ ക്ലാസ്സുകൾ 1-2 എടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ക്ലാസ് നമ്മൾ എടുക്കാൻ പോകുന്നത് LP-UP ഇൻ്റർവ്യൂവിന് ഈ സബ്ജക്റ്റിൽ നിന്നല്ലാതെ നിങ്ങൾ പൊതുവായിട്ട് നിങ്ങൾ എങ്ങനെ വിലയിരുത്തും ആ ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ആളുകൾ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്നത്തെ ഒരു ക്ലാസ് വരുന്നത് കേട്ടോ. ഡെയിലി ഈ 3 രീതിയിലായിരിക്കും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യുക. ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉപകാരപ്പെടുന്നതായിരിക്കും. ഇപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ LP-UP ഇൻ്റർവ്യൂവിൻ്റെ ടീച്ചർ ഇൻ്റർവ്യൂ വരാനുള്ള സാധ്യതയുള്ള ഒരു സാധാരണ ചോദ്യങ്ങൾ ഉണ്ട്. അതിൽ ഏതൊക്കെയാണ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം കേട്ടോ. അതിലൊന്നാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ടാകും. ഒരു 95% സെൽഫ് ഇൻട്രൊഡക്ഷൻ എല്ലാ തവണയും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാനായിട്ട് നിങ്ങളോട് ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയും? അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായുള്ള രീതിയിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാവുന്നതാണ്. LP-UP ആയതുകൊണ്ട് ഇംഗ്ലീഷ് തന്നെ പറയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മലയാളത്തിൽ നിങ്ങൾക്കത് പറയാവുന്നതാണ്. ഇംഗ്ലീഷ് പറഞ്ഞൊന്നും തെറ്റൊന്നുമില്ല, പക്ഷേ മലയാളത്തിൽ നിങ്ങൾക്കത് പറയാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിരിക്കണം. അതല്ല നിങ്ങൾ ഇതുവരെ ലൈഫിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളും ഞാൻ അവിടെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ജനിച്ചത് അവിടെയാണ്, വളർന്നത് ഇവിടെയാണ്, അങ്ങനെയൊന്നുമല്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കണം നിങ്ങൾ പറയേണ്ടത്. സെക്കൻഡ് വൺ, ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. നിങ്ങൾ പറയാൻ പോകുന്ന ഓരോ വാക്കിനും നല്ല രീതിയിലുള്ളൊരു വ്യക്തത ഉണ്ടായിരിക്കണം. മറ്റൊന്ന് പ്രൊനൗൺസിയേഷനാണ്. നിങ്ങൾ പല സ്ഥലത്തുള്ള ആളുകളായിരിക്കാം. അപ്പോൾ തൃശ്ശൂർ സൈഡിലുള്ള ആളുകളുണ്ടായിരിക്കാം, പത്തനംതിട്ട സൈഡിലുള്ള ആളുകളുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ലാംഗ്വേജിൽ ഓരോ വ്യത്യാസം ഉണ്ടായിരിക്കും. നിങ്ങളുടെ ലാംഗ്വേജിൽ പ്രശ്നം ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ലാംഗ്വേജ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ ഇവിടെ പറയുന്നതിനായിരിക്കില്ല വേറൊരു സ്ഥലത്ത് പറയും. ഇപ്പോൾ കാസർഗോഡ് ജില്ലയും തൃശ്ശൂർ ലാംഗ്വേജ് തമ്മിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ശൈലി കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. കാരണം ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത് എന്താണെന്ന് മനസ്സിലായിക്കൊള്ളുന്നിരിക്കില്ല. ഇപ്പോൾ കാസർഗോഡ് താമസിക്കുന്ന ഒരാൾ അവിടുത്തെ ലോക്കൽ ഭാഷ ഉപയോഗിച്ചിട്ട് ഇൻ്റർവ്യൂ സംസാരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ഇൻ്റർവ്യൂ ബോർഡിലെ അംഗങ്ങൾ കാസർഗോഡ് എന്നുള്ള വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് എന്താണെന്ന് അവർക്ക് ക്ലാരിറ്റി കുറവുണ്ടാവും. നിങ്ങൾ പറയുന്നത് പെർഫെക്റ്റ് ആയിരിക്കാം, പക്ഷേ നിങ്ങളുടെ
ലാംഗ്വേജിൽ അത് പറയുമ്പോൾ അതിൽ ചെറിയൊരു മലയാളം ആണെങ്കിൽ പോലും മലയാളത്തിനും ഒരു വൈരുദ്ധ്യങ്ങളുണ്ടല്ലോ പല പല സ്ഥലങ്ങളിൽ. ഇപ്പോൾ എൻ്റെ സ്ഥലത്ത് സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല നിങ്ങളുടെ സ്ഥലത്ത് ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല എനിക്കത് മനസ്സിലാവണമെന്നില്ല. പണ്ട് സമയത്ത് എൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവൾ കണ്ണൂരിൽ നിന്നുള്ള കണ്ണൂരായിരുന്നു അവളുടെ വീട്. അപ്പോൾ അവൾ ആദ്യ സമയത്ത് ക്ലാസ്സിൽ വരുമ്പോൾ അവൾ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാവുണ്ടാവില്ല. അവൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ പേന എടുത്ത് തരാനോ അല്ലെങ്കിൽ വെള്ളം തരാമോന്നോ അങ്ങനെ ചെറിയ ചെറിയ കാര്യം. പക്ഷേ ഇവളെന്തായി ചോദിക്കുന്നതെന്ന് ആദ്യമൊക്കെ എന്നോട് സംസാരിക്കുമ്പോൾ അയ്യോ ഇവളെന്തായിരിക്കും എന്നോട് പറഞ്ഞ് ഇനിയിപ്പോൾ എനിക്ക് മനസ്സിലാവാത്തതാണ്, എനിക്ക് ക്ലാരിറ്റി കുറവാണ്, അങ്ങനെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ആദ്യത്തെ ഒരു മാസം എന്ന് പറയുന്നത്. കാരണം അവർ പറയുന്നത് എനിക്ക് ഒന്നും മനസ്സിലാവുണ്ടാവുന്നില്ല, മലയാളം തന്നെയായിരുന്നു പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അവൾക്ക് മനസ്സിലാവുണ്ടാവുന്നില്ല. അത് ആരുടെയും കുഴപ്പമല്ല, അതാത് ഓരോ സ്ഥലത്തെയും ആ ഒരു സ്പെസിഫിക് സ്ഥലത്തെ പ്രശ്നമാണത്. അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് കൂടി മനസ്സിലാകുന്ന രീതിയിൽ എന്നോർത്ത് കട്ടിയുള്ള അച്ചടി മലയാളത്തിൽ വളരെ സാഹിത്യത്തിൽ പറയണം എന്നല്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആയിരിക്കണം. ആ കൃത്യമായിട്ട് അവർക്കത് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ വോയിസ് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾ പതുക്കെ വീട്ടിൽ സംസാരിക്കുന്ന പോലെ വളരെ ശബ്ദം കുറച്ച് പറയുന്ന ഒരാളാണെങ്കിൽ അത് കുറച്ചും കൂടെയൊക്കെ ഒന്ന് അവർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ്, ബോർഡ് മെമ്പേഴ്സിൽ മനസ്സിലാകുന്ന രീതിയിൽ വേണം നിങ്ങളുടെ വോയിസ് മോഡുലേറ്റ് ചെയ്ത് സംസാരിക്കാൻ. അതായത് ഭയങ്കര പ്രസംഗമായിട്ട് സംസാരിക്കണം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ശബ്ദം കുറവാണ്, ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും ശബ്ദം തീരെ കുറവാണല്ലോ, നാളെ ഒരു ടീച്ചർ ഒരു 50 ക്ലാസ്സിലൊക്കെ സ്റ്റുഡൻസിന് എങ്ങനെ നിങ്ങൾ പറയുന്നത് മനസ്സിലാകുന്നു, ടീച്ചർ പറയുന്നത് മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് ചോദിക്കാൻ ഇടവരാതെ അവർക്ക് പറയുന്ന രീതിയിൽ അത്യാവശ്യം ഒരു വോയിസിലൊക്കെ പറയാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഐ കോണ്ടാക്റ്റ്, അവിടെ നിൽക്കുന്ന അതായത് ഈ ഒരു ബോർഡ് മെമ്പേഴ്സിൽ എത്ര പേരാണോ ഇൻ്റർവ്യൂ ബോർഡ് മെമ്പേഴ്സിലുള്ളത് അവർക്കിടെ നേരെ നല്ല ഐ കോണ്ടാക്റ്റിൽ സംസാരിക്കുക. അതല്ല നിങ്ങൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ താഴത്തേക്ക് നോക്കുക, മുകളിലേക്ക് നോക്കുക, സൈഡിലേക്ക് നോക്കുക, അങ്ങനെയല്ല സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയേണ്ടത്. നിങ്ങൾ അവരുടെ ഐ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുക. 3 പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ എത്ര പേരാണോ മെമ്പേഴ്സിലുള്ളത് ഓരോരുത്തരുടെയും ഐ കോണ്ടാക്റ്റിലെ ഐയിലേക്ക് മാറി നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐ കോണ്ടാക്റ്റ് വയ്ക്കുക. പിന്നെ ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക. ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇത് LPUP ഇൻ്റർവ്യൂ ആണ്. നിങ്ങൾ ആ ഒരു കടമ്പയിൽ LPUP ഇൻ്റർവ്യൂവിൻ്റെ മുമ്പിൽ നിങ്ങൾ പോയി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചിട്ട് തന്നെയാണ് അവിടെ പോയി നിൽക്കുന്നത്. നിങ്ങൾ ഒരിക്കലും പരാജയപ്പെട്ടിട്ടല്ല അവിടെ പോയി നിൽക്കുന്നത്. ഇത്രയും പേര് അപ്ലൈ ചെയ്തെടുത്തുനിന്ന് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ഇടം നേടിയിട്ട് നിങ്ങൾ വിജയിച്ചവരായതുകൊണ്ടാണ് ആ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിൽ പോയി നിങ്ങൾ നിൽക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് നല്ല ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കുക. ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇത് അത്ര വലിയ ഇൻ്റർവ്യൂ കടമ്പയൊന്നും അല്ല, ഇത് LPUP ഇൻ്റർവ്യൂ ആണ്. അത്ര വലിയ ടെൻഷനായിട്ട് നിങ്ങൾ പോകേണ്ട ആവശ്യവും അവിടെ ഇല്ല. ഇനി ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത്, ലാൻഡ്മാർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ സ്ഥലം ഏതാണ് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതയായിരിക്കും. ഇപ്പോൾ നിങ്ങൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ നിങ്ങളുടെ സ്ഥലം പറയുമല്ലോ, പറയുമ്പോൾ ആ സ്ഥലത്തിൻ്റെ ഏതെങ്കിലും പ്രത്യേകത, നിങ്ങൾ വരുന്ന സ്ഥലത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകത ഉണ്ടെങ്കിൽ ആ പ്രത്യേകത പറയാനായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും അങ്ങനെ നിങ്ങൾ പെട്ടെന്ന് അത് ഓർക്കണം എന്നില്ല, എൻ്റെ സ്ഥലത്തിൽ ഇപ്പോൾ എന്ത് പ്രത്യേകതയാണ്, അത് നിങ്ങൾ ചിലപ്പോൾ അത് പ്രിപ്പയർ ചെയ്ത് പോയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ സ്ഥലത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ, എന്ത് പ്രത്യേകതയുള്ള ഒരു പ്രത്യേകത എൻ്റെ ആ സമയത്ത് നമ്മൾ ടെൻഷൻ കാണുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരില്ല. അപ്പോൾ ലാൻഡ്മാർക്ക് നിങ്ങളുടെ സ്ഥലത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകത ഉണ്ടെങ്കിൽ അത് അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ നിങ്ങളുടെ ഇന്നൊരു സ്ഥലം പറഞ്ഞു, സെൽഫ് ഇൻട്രൊഡക്ഷനിൽ നിങ്ങളൊരു സ്ഥലം പറയുകയാണ്, ചിലപ്പോൾ ഇൻ്റർവ്യൂ ബോർഡിലിരിക്കുന്ന മെമ്പർക്ക് ആ സ്ഥലത്തെക്കുറിച്ച് വ്യക്തമായൊരു അറിവുണ്ടെങ്കിൽ അവർ ചോദിക്കും നിങ്ങളുടെ സ്ഥലത്തല്ലേ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, വളരെ പ്രശസ്തമായിട്ടുള്ള പ്രത്യേകത, എന്താണ് ആ പ്രത്യേകത എന്ന് ചോദിക്കുമ്പോൾ നമ്മളത് അറിഞ്ഞിരിക്കണം. കാരണം എന്താണ്, നമ്മൾ നാളെ അധ്യാപകരാകാൻ പോകുന്ന ആളാണ്, ഏതൊരു കാര്യത്തെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള അറിവുണ്ടാവണം. അപ്പോൾ സ്വന്തം സ്ഥലത്തിനുള്ള എന്താ പ്രത്യേകത എന്ന് പോലും അറിയാത്ത ഒരാളാണോ എന്നൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് അവിടെ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സ്ഥലത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ അത് പറയണം. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ നേര്യമംഗലം എന്ന് പറയുന്ന സ്ഥലം, എന്താണ് നേര്യമംഗലത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇടുക്കിയെയും എറണാകുളം ജില്ലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടുക്കിയുടെ കവാടം എന്നറിയപ്പെടുന്ന പാലം നേര്യമംഗലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ എറണാകുളം ജില്ലയുടെ നവോദയ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ നേര്യമംഗലത്താണ്. അതുകൂടാതെ എറണാകുളം ജില്ലയുടെ ജില്ലാ കൃഷിത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, നേര്യമംഗലത്താണ്. അപ്പോൾ ഇങ്ങനെ സ്ഥലങ്ങളുടെ പ്രത്യേകതകൾ എന്താണ് അവിടെയുള്ള മെയിൻ പ്രത്യേകത എന്നുകൂടി ഒന്ന് അറിഞ്ഞിരുന്നിട്ട് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. മറ്റൊന്നാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ അവരുടെ ഐ കോണ്ടാക്റ്റിലേക്ക് കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് നല്ല കോൺഫിഡൻസോട് കൂടി, യാതൊരു ടെൻഷനും ഇല്ല, കാരണം ഞാൻ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നേക്കുന്നത്, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്നൊരു ഉള്ളിൻ്റെ ഉള്ളിൽ ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും അത് കാണിക്കരുത്. കൈ മടക്കി പിടിക്കുക, കാലിട്ട് ആട്ടുക, ചിന്തിച്ചുകൊണ്ടിരിക്കുക, അതൊന്നും അല്ല ചെയ്യേണ്ടത്. ഒരു 20 മിനിറ്റോളം മാക്സിമം ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവുള്ളൂ. ആ ഒരു സമയം നിങ്ങൾ നല്ല കോൺഫിഡൻസോടെ ഇരിക്കുക. നിങ്ങളുടേതായിട്ടുള്ള ഒരു മാനറിസംസും അവിടെ കാണിക്കേണ്ട ആവശ്യമില്ല, അത് കാണിക്കാൻ പാടില്ല. നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ ഇരുന്ന് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ പറയാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്പീഡും ഇമ്പോർട്ടൻ്റ് ആണ്. സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ പറഞ്ഞു, അത് ഞാനോട് വളരെ ഇതായിട്ട് ഞാനൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വളരെ സെറ്റപ്പായിട്ട് പഠിച്ചുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അപ്പം തന്നെ വാണം വിട്ട പോലെ ബ്ലാ 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 എന്നും പറഞ്ഞുകൊണ്ട്
ഇരുന്ന് സ്പീഡിൽ അങ്ങനെ പറഞ്ഞു പോവുകയും ചെയ്യരുത്. അതുപോലെ തന്നെ ഒട്ടും ലാഗ് അടിച്ചും പറയാൻ പാടില്ല. എൻ്റെ പേര് ഇതാണ്, ഞാൻ വരുന്നത് ഇവിടെ നിന്നാണ്, അങ്ങനെ ലാഗ് അടിക്കാനും പാടില്ല. ഒരു മിനിമം ലെവലിൽ സിമ്പിൾ പ്രസൻറ്റേഷൻ ആയിരിക്കണം, ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, കൃത്യമായിരിക്കും പ്രൊനൗൺസിയേഷൻ, വോയിസിനൊരു ക്ലാരിറ്റി ഉണ്ടാവണം. അതുപോലെ കുറച്ച് വോയിസ് റേസ് എന്ന് വെച്ചാൽ ഭയങ്കര സൗണ്ടിൽ പറയുക, സൗണ്ടിൽ ഒത്തിരി ഉയർത്താതെയും എന്നാൽ ഒത്തിരി താത്താതെയും ഒരു മിനിമം മോഡുലേഷന് പറയാനായിട്ട് ശ്രദ്ധിക്കുക. ഐ കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കണം, ടെൻഷൻ ഫ്രീ ആയിരിക്കണം. ലാൻഡ്മാർക്ക്, നിങ്ങളുടെ സ്ഥലത്തെക്കുറിച്ച് എന്തെങ്കിലും ലാൻഡ്മാർക്ക് ഉണ്ടെങ്കിൽ അത് പഠിച്ചിട്ട് പോവുക. നല്ല കോൺഫിഡൻസിൽ എക്സാം അറ്റൻഡ് ചെയ്യുക.